Hi all, welcome to Competitive Cracker. എൻ്റെ പേര് അഞ്ജു മുരളി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്പീഡ് മാത്സ് ട്രിക്സിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും യു ക്യാൻ ഡൗൺലോഡ് ആൻഡ് യൂസ് CC ലേണിംഗ് ആപ്പ്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഡെയിലി ഫ്രീ മോക്ക് ടെസ്റ്റ്, കറണ്ട് അഫയേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ PDF എല്ലാം നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. സോ യു ക്യാൻ ഡൗൺലോഡ് ആൻഡ് യൂസ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ സ്പീഡ് മാത്സ് ട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എക്സാമിനൊന്നല്ല, ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതായാലും SSC ആയിക്കോട്ടെ, RRB ആയിക്കോട്ടെ, IBPS, SBI പോലെയുള്ള ബാങ്ക് എക്സാംസ് ആയിക്കോട്ടെ, ഏത് എക്സാംസ് ആയാലും നമ്മൾ ഏതൊരു ടോപ്പിക്കിനായാലും ആവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് മാക്സിമം കുറഞ്ഞ സമയത്തിനുള്ളിൽ, ഏറ്റവും മിനിമം സമയത്തിനുള്ളിൽ ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാത്സിൻ്റെ ഇതുപോലുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് അറിഞ്ഞിരുന്നേ പറ്റുള്ളൂ. സോ അതിൻ്റെ ഒരു വലിയ സെഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. അപ്പോൾ അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാതെയാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ അത് കാണുക കേട്ടോ. അതിൻ്റെ കണ്ടിന്യൂവേഷനാണിത്. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്പേഴ്സ് എൻഡ്സ് വിത്ത് 5 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എല്ലാവരും നല്ല ക്ലിയർ ആയിട്ട് പഠിച്ച് അത് ഇന്നത് വരുമ്പോൾ ഇങ്ങനെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് തറവായിട്ടുണ്ടാവണം. ഓക്കെ, അതിന് ശേഷം ഇത് പഠിക്കുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാണ്, ഇതിന് ബേസിക്സ് പലതും അറിയില്ല. പലരുടെയും പ്രശ്നം ബേസിക്സ് അറിയാത്തതാണ്. ബേസിക്സ് അറിയില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണം. നമ്മൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ അങ്ങനെയുള്ളവരെ ഫോക്കസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പം വെരി ബിഗിനിങ്, ഫ്രം ദ ബിഗിനിങ് നമ്മൾ എങ്ങനെയാണ് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ മാത്സ് ഏതൊക്കെ രീതിയിൽ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത് ഈ ഒരു സീരീസിൽ. യെസ്, ആദ്യത്തത് നമ്പേഴ്സ് എൻഡ്സ് വിത്ത് 5. 5 എൻഡ് ചെയ്യുന്ന നമ്പറിൻ്റെ സ്ക്വയർ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇപ്പം 15ൻ്റെ സ്ക്വയർ, ഓക്കെ, 15ൻ്റെ സ്ക്വയർ കാണണം. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം 15ൻ്റെ സ്ക്വയർ എന്താണ്. 15ൻ്റെ സ്ക്വയർ 225 ആണ്. അപ്പം നമ്മൾ 1 എടുക്കുക. 1 ഇൻറ്റു നെക്സ്റ്റ് നമ്പർ. 1 ഇൻറ്റു നെക്സ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 2 തന്നെ. ദെൻ 5ൻ്റെ സ്ക്വയർ 25, 225. ഇനി 25ൻ്റെ സ്ക്വയർ എങ്ങനെ കാണാം. ഫസ്റ്റ് ഡിജിറ്റ് 2 ആണ്. 2 ഇൻറ്റു നെക്സ്റ്റ് നമ്പർ ദാറ്റ് ഈസ് 3, 6. ദെൻ 5ൻ്റെ സ്ക്വയർ 25. ദെൻ 35 സ്ക്വയർ, ഫസ്റ്റ് ഡിജിറ്റ് 3 ആണ്, നെക്സ്റ്റ് ഡിജിറ്റ് 4 ആണ്. 3 ഇൻറ്റു 4 12 ആണ്. 5ൻ്റെ സ്ക്വയർ 25. സോ 1225. ദെൻ 45 സ്ക്വയർ ആണെങ്കിലോ 4 ഇൻറ്റു 5 20, 5ൻ്റെ സ്ക്വയർ 25. 55 സ്ക്വയർ ആണെങ്കിലോ 5ൻ്റെ സ്ക്വയർ 5 ഇൻറ്റു 6 30, ദെൻ 5 സ്ക്വയർ ഈസ് 25. അപ്പോൾ 5 എൻഡ് ചെയ്യുന്ന നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്വയർ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ആ ഡിജിറ്റ് ഇൻറ്റു നെക്സ്റ്റ് നമ്പർ, അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി വെക്കുക. ദെൻ 5ൻ്റെ സ്ക്വയർ 25, അതും എഴുതി വെക്കാം. ഓക്കെ, ഇനിയിപ്പം 125 സ്ക്വയർ ആണെങ്കിലോ 125ൻ്റെ സ്ക്വയർ 12 ഇൻറ്റു 13. 12 ഇൻറ്റു 13 എത്രയാ? 12 ഇൻറ്റു 13. ഇതെങ്ങനെ ഈസിലി നമുക്ക് കാണാം. നമുക്ക് മൈൻഡിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. 12 ഇൻറ്റു 13 നമുക്ക് എങ്ങനെ എഴുതാം? 10 + 3 എന്ന് എഴുതാം. 12 ഇൻറ്റു 10 എന്താ? 120. 12 ഇൻറ്റു 13 എന്താണ്? 36. 120 + 36 എന്താ? 156. 156. ദെൻ 5 സ്ക്വയർ 25, 15625. അതുപോലെ 115 സ്ക്വയർ ആണെങ്കിലോ 11 ഇൻറ്റു 12 എന്തായിരിക്കും? 132 അല്ലേ? 132. നമ്മൾ 11 വെച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് 11 ഇൻറ്റു 12 എന്താണ്? ആദ്യം 2 + 1 3, ദെൻ 1, അങ്ങനെ 132. ഇപ്പോൾ നമുക്ക് കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ എന്താ 11 ഇൻറ്റു 12 എന്നൊന്നും സെപ്പറേറ്റ് എഴുതി നോക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് എഴുതാം. ദെൻ 5ൻ്റെ സ്ക്വയർ 25, 13225. ഇനി 105ൻ്റെ സ്ക്വയർ 10 ഇൻറ്റു 1, 10 ഇൻറ്റു 1 110. ദെൻ 5ൻ്റെ സ്ക്വയർ 25, 11025. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നെക്സ്റ്റ്, നമ്പേഴ്സ് ലെസ് ദാൻ 100. 100ൻ്റെ താഴേക്കുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ 98ൻ്റെ സ്ക്വയർ. ഓക്കെ, 98ൻ്റെ സ്ക്വയർ നമ്മൾ നോർമലി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 98 ഇൻറ്റു 98, 8 ഇൻറ്റു 8 64. നമ്മൾ 2 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. 98 72, 72 + 72 144, + 6 150, 0 15 റിമൈൻഡർ. 9 to 9 81, 81 + 15 96, 9604. റൈറ്റ്?
അപ്പോൾ എന്ത് ചെയ്യുക, 98ൻ്റെ സ്ക്വയർ കാണണം. നമുക്ക് ഇതുപോലെയൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ സമയമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, 100-നേക്കാളും 2 കുറവാണല്ലേ 98, 100-നേക്കാളും 2 കുറവാണ്, 2 കുറവാണ്. അപ്പം എന്ത് ചെയ്യാം, 98ൽ നിന്ന് ആ 2 അങ്ങ് കുറയ്ക്കുക. അപ്പം എന്ത് കിട്ടും, 96. ഇനി ഈ 2ൻ്റെ സ്ക്വയർ കാണുക. 2ൻ്റെ സ്ക്വയർ എന്താണ്, 4. നമുക്ക് 2 ഡിജിറ്റ് ആയിട്ട് എപ്പോഴും എഴുതണം. സോ 04 എന്ന് റൈറ്റിൽ എഴുതി. സോ ആൻസർ എന്താണ്, 9604. അങ്ങനെയാണെങ്കിൽ 96ൻ്റെ സ്ക്വയർ എന്തായിരിക്കും, 100-നേക്കാളും 4 കുറവാണ്. അപ്പം 96ൽ നിന്ന് 4 കുറച്ചാൽ എന്ത് കിട്ടും, 92. 4ൻ്റെ സ്ക്വയർ എന്താ, 16. സോ 9216. ഓക്കെ. ഇതുപോലെ നമുക്ക് 91 സ്ക്വയർ 100-നേക്കാളും എത്ര കുറവാണ്, 9 കുറവാണ്. 91ൽ നിന്ന് 9 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും, 82. 9ൻ്റെ സ്ക്വയർ എന്താ, 81. 8281. ഓക്കെ. നമുക്ക് 99 സ്ക്വയർ നോക്കാം. 100-നേക്കാളും 1 കുറവാണ്. 99ൽ നിന്ന് 1 കുറച്ചു, 98. 1ൻ്റെ സ്ക്വയർ 01 എന്ന് എഴുതി. ഓക്കെ. ഇതുപോലെ നമുക്ക് 86ൻ്റെ സ്ക്വയർ നോക്കാം. 86 എന്ന് പറഞ്ഞാൽ 100-നേക്കാളും 14 കുറവാണ് അല്ലേ, 14 കുറവാണ്. അപ്പോൾ 86ൽ നിന്ന് 14 പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും, 72. 14ൻ്റെ സ്ക്വയർ എന്താണ്, 196 ആണ്. 196. ഇവിടെ 2 ഡിജിറ്റേ പാടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 1 ഈ 2ൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും, 96, 2 + 1 3 7, 7396. വെരിഫൈ ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ 86 × 86 36, 6 × 8 48, × 2 96 + 3 99, 8 × 8 64 + 9 73, 7396. ഓക്കെ. അതുപോലെ വേണമെങ്കിൽ നമുക്ക് 88ൻ്റെ സ്ക്വയർ. 88 എന്ന് പറഞ്ഞാൽ 100-നേക്കാളും 12 കുറവാണ്. അപ്പോൾ 88ൽ നിന്ന് 12 പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും, 76. ദെൻ 12ൻ്റെ സ്ക്വയർ അത് എത്രയാണ്, 144. ഇവിടെ 2 ഡിജിറ്റേ പാടുള്ളൂ. അപ്പോൾ ഈ 1 എന്ത് ചെയ്യുക, 6ൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും, 7744. ഓക്കെ. വൺ മോർ ക്വസ്റ്റ്യൻ. 83 സ്ക്വയർ എത്ര കുറവാണ്, 17 കുറവാണ് അല്ലേ. 83ൽ നിന്ന് 17 പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും, 66. 66 അല്ലേ. ദെൻ 17ൻ്റെ സ്ക്വയർ 289. എന്താ ചെയ്യുക, ഈ 2ഉം 6ഉം കൂടെ ആഡ് ചെയ്യുക, 6889. വെരിഫൈ ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ 83 × 83 9, 24 + 48 4, 64 68. ഓക്കെ. അപ്പോൾ നമുക്ക് 100-ന് താഴെ വരുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ ഈ രീതിയിൽ കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇനി തൊട്ട് 100-ന് താഴെയുള്ള നമ്പേഴ്സ് വരുമ്പോൾ സാധാ 2 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ചെയ്ത് സമയം കളയണ്ട. നമുക്ക് ഈ ഒരു ട്രിക്ക് വെച്ചിട്ട് ഈസിലി ആൻസർ കണ്ടുപിടിക്കാം. ഇനി നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 100 ആണ്. 100-ന് മേലെയുള്ള നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ 101. 101ൻ്റെ സ്ക്വയർ നമുക്കത് സാധാ മെത്തേഡിൽ ഫസ്റ്റ് ചെയ്യാം. 101 0 0 0 101 എന്ത് വരും, 10201. ഇതാണ് നോർമൽ മെത്തേഡ് അല്ലേ. സോ 101ൻ്റെ സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ. സോ ഫസ്റ്റ് നമ്മൾ 101ൽ നിന്ന് എത്ര കൂടുതലാണ് 101, 100-ന് ബിലോ ഉള്ള നമ്പർ പോലെ തന്നെ എത്ര കൂടുതലാണെന്ന് നോക്കുക. 100-നേക്കാളും 1 കൂടുതലാണ്. അപ്പം നമ്മളെപ്പോഴും 100-നെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 100-നേക്കാളും 1 കൂടുതലാണ്. അപ്പം ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക, 102. ദെൻ ആ 1ൻ്റെ സ്ക്വയർ അതിനെ 2 ഡിജിറ്റ് ആക്കി എഴുതുക, 01. സോ 10201 അത് തന്നെ ഇവിടെ കിട്ടിയില്ലേ, അത്രയേ ഉള്ളൂ. ഇനി 102 സ്ക്വയർ ആണെങ്കിലോ 100-നേക്കാളും 2 കൂടുതലാണ്. അപ്പോൾ 102ൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ 104. 2ൻ്റെ സ്ക്വയർ എന്താണ്, 04. സോ ആൻസർ എന്താ, 10404. ഓക്കെ. ഇനി 108ൻ്റെ സ്ക്വയർ. 100-നേക്കാളും എത്ര കൂടുതലാണ്, 8 കൂടുതലാണ്. അപ്പോൾ 108ൻ്റെ കൂടെ 8 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, 116. ദെൻ 8ൻ്റെ സ്ക്വയർ 64. സോ ആൻസർ എന്താണ്, 11664. ഓക്കെ. നെക്സ്റ്റ് 112ൻ്റെ സ്ക്വയർ നോക്കാം. 100-നേക്കാളും എത്ര കൂടുതലാണ്, 12 കൂടുതലാണ്. ഇതിൻ്റെ കൂടെ 12 ആഡ് ചെയ്താൽ എന്ത് കിട്ടും, 124. 12ൻ്റെ സ്ക്വയർ എന്താണ്, 144.
നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 2 ഡിജിറ്റേ പറ്റുള്ളൂ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. എന്ത് കിട്ടും? 12544. ഓക്കെ അല്ലേ? വേണമെങ്കിൽ നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. 112 ഇൻറ്റു 112 എന്ത് കിട്ടും? 224. 112 ദെൻ അഗെയിൻ ഒരു 112. അപ്പോൾ എന്ത് വരും? 4 4 5 2 1 12544. ഓക്കെ, 2 ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യാം നമുക്ക്. 139 സ്ക്വയർ 100-നേക്കാളും 39 കൂടുതലാണ്. 39 കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് 100-നേക്കാളും 39 കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 39 ആഡ് ചെയ്ത് എന്ത് കിട്ടും? 178. 178. ഇനി എന്താണ്? 39ൻ്റെ സ്ക്വയർ. 39ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമ്മളൊരു എളുപ്പവഴി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യണം? 3 സ്ക്വയർ. 39ൻ്റെ സ്ക്വയർ 3 സ്ക്വയർ 9. 9ൻ്റെ സ്ക്വയർ 81. 2 ഇൻറ്റു 3 ഇൻറ്റു 9. 2 ഇൻറ്റു 3 ഇൻറ്റു 9 54. അപ്പോൾ 5 ഇവിടെ എഴുതി, 4 ഇവിടെ എഴുതി. എന്ത് കിട്ടും? 112 15 1521. അല്ലാതെ ഒന്ന് നോക്കി നോക്ക്, കറക്റ്റ് ആണോ എന്നുള്ളത്. 81 8 3 ഇൻറ്റു 9 27 പ്ലസ് 8 35 54 പ്ലസ് 8 60 62 6 9 പ്ലസ് 15 യെസ് 1521. ഓക്കെ, അപ്പോൾ നമ്മളിതിങ്ങനെ വെരിഫൈ ചെയ്ത് പഠിക്കുമ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ 39ൻ്റെ സ്ക്വയർ കാണണം. അപ്പോൾ നമ്മൾ ആ 2 ഡിജിറ്റിൻ്റെ സ്ക്വയർ കാണാൻ പഠിച്ചത് നമ്മളിവിടെ യൂസ് ചെയ്ത് നോക്കി. ഇനി അതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കിയപ്പോൾ എന്താണ്? 2 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഷോർട്ട് കട്ട് നമ്മൾ യൂസ് ചെയ്തു. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം പഠിക്കാൻ പറ്റും ആ രീതിയിൽ നോക്കുമ്പോൾ. അപ്പോൾ 39ൻ്റെ സ്ക്വയർ എത്രയാണ്? 1521. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 2 ഡിജിറ്റ് മതി. ഈ 15 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. 21 15 പ്ലസ് 8 23 2 റിമൈൻഡർ 17 പ്ലസ് 2 19 19321. 19321 കിട്ടി. ഇനി കുറച്ച് സ്പെഷ്യൽ കേസസ് ആണ്. ദാറ്റ് ഈസ് n+1 ഹോൾ സ്ക്വയർ മൈനസ് n സ്ക്വയർ. സിമ്പിൾ ആണ്. 35 സ്ക്വയർ മൈനസ് 34 സ്ക്വയർ. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും അറിയോ? 2 ഡിജിറ്റും കൂടെ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ 35-നേക്കാളും 1 കുറവാണ് 34. ഓക്കെ, 35-നേക്കാളും 1 കുറവാണ് 34. നിങ്ങൾ ഇത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലല്ലേ? ശരിക്കും ഇവിടെ എന്താ യൂസ് ചെയ്യുന്നത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണെങ്കിൽ വി നോ ദാറ്റ് ഈസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇവിടെ എ മൈനസ് ബി 1 ആണ്, കാരണം ഡിഫറൻസ് 1 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ആൻസറിന് വേണ്ടിയിട്ട് ജസ്റ്റ് അത് രണ്ടും ആഡ് ചെയ്യുക. എന്ത് കിട്ടും? 60 35 പ്ലസ് 34 ദാറ്റ് ഈസ് 69. 69 എന്ന് കിട്ടും. ഓക്കെ, ഇനി 25 സ്ക്വയർ മൈനസ് 24 സ്ക്വയർ എന്ത് വരും? 25 പ്ലസ് 24 49. ഓക്കെ, ദെൻ 81 സ്ക്വയർ മൈനസ് 80 സ്ക്വയർ 81 പ്ലസ് 81 61. ദെൻ 49 സ്ക്വയർ മൈനസ് 48 സ്ക്വയർ. ഇത് എപ്പോഴാണ് ഡിഫറൻസ് 1 ഉള്ളപ്പോൾ ഡയറക്റ്റ് ആഡ് ചെയ്താൽ മതി. 49 പ്ലസ് 48 97. ദെൻ 112 സ്ക്വയർ മൈനസ് 111 സ്ക്വയർ എന്ത് വരും? 223 223. ദെൻ 57 സ്ക്വയർ മൈനസ് 56 സ്ക്വയർ എന്ത് വരും? 113. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡിങ് സ്ക്വയർ റൂട്ട്. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴിയാണ് നമ്മളിനി നോക്കുക. ഓക്കെ, ഒരു നമ്പറിന് ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത് സ്ക്വയർ ആണ്, ഇത് സ്ക്വയർ റൂട്ടാണ്, ഇത് സ്ക്വയർ ആണ്. അതായത് 1ലും 9ലും എൻറ്റർ ചെയ്യുന്ന നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. നമുക്ക് 1 വെച്ച് എന്താ നോക്കാം. 1ൻ്റെ സ്ക്വയർ 1 ആണ്, 2ൻ്റെ സ്ക്വയർ 4 ആണ്, 3യുടെ സ്ക്വയർ 9 ആണ്, 4ൻ്റെ സ്ക്വയർ 16 ആണ്. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 6. ഓക്കെ, യൂണിറ്റ് ഡിജിറ്റ് ആണ് നോക്കുന്നത്. 5ൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 25 ആണ്, യൂണിറ്റ് ഡിജിറ്റ് 5. 6 സ്ക്വയർ ചെയ്യുമ്പോൾ 36 ആണ്, യൂണിറ്റ് ഡിജിറ്റ് 6 എന്ന് വരും. 7ൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 49 ആണ്, യൂണിറ്റ് ഡിജിറ്റ് 9. 8ൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 64 ആണ്, യൂണിറ്റ് ഡിജിറ്റ് 4. 9ൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 81 ആണ്, യൂണിറ്റ് ഡിജിറ്റ് 1. 0യുടെ സ്ക്വയർ ചെയ്യുമ്പോൾ ഒബിയസ്ലി 0 തന്നെയാണ്. ഓക്കെ, അപ്പോൾ 1ലും 9ലും 1ൻ്റെയും 9ൻ്റെയും സ്ക്വയർ യൂണിറ്റ് ഡിജിറ്റ് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? 1 ആയിരിക്കും.
ഇനി 2 8 ആണെങ്കിലോ 4 ആയിരിക്കും. 3 7 ആണെങ്കിൽ 1 9 ദെൻ 2 8 4 എൻഡ് ചെയ്യുന്നു. 3 7 9 എൻഡ് ചെയ്യുന്നു. 4 6 6 എൻഡ് ചെയ്യുന്നു. 5 5 തന്നെ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. 1ലും 9ലും ആണ് എൻഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സ്ക്വയർ 1ൽ എൻഡ് ചെയ്യും. 2ലും 8ലും ആണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സ്ക്വയർ 4ൽ എൻഡ് ചെയ്യും. 3ലും 7ലും ആണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സ്ക്വയർ 9ൽ എൻഡ് ചെയ്യും. 4ലും 6ലും ആണ് എൻഡ് ചെയ്യണമെങ്കിൽ സ്ക്വയർ 6ൽ എൻഡ് ചെയ്യും. 5ലാണെങ്കിൽ 5ൽ തന്നെ എൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ നേരെ തിരിച്ച് സ്ക്വയർ റൂട്ട് നോക്കുകയാണെങ്കിലോ, ഇപ്പോൾ 1ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ അത് 1ൽ അല്ലെങ്കിൽ 9ൽ എൻഡ് ചെയ്യുന്നതായിരിക്കും. 4ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് 2ൽ അല്ലെങ്കിൽ 8ൽ എൻഡ് ചെയ്യുന്നതായിരിക്കും. 9ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് ഏതാ ചോദിച്ചാൽ അത് 3ൽ അല്ലെങ്കിൽ 7ൽ എൻഡ് ചെയ്യുന്നതായിരിക്കും. 6ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് ഏതാ ചോദിച്ചാൽ അത് 4ൽ അല്ലെങ്കിൽ 6ൽ എൻഡ് ചെയ്യുന്നതായിരിക്കും. 5ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ഈസ് ഓൾവേസ് 5. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. ഇനിയാണ് നമ്മൾ സ്ക്വയർ റൂട്ട് കാണാൻ പോകുന്നത്. ഇവിടെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ വലത്തുനിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ, വലത്തെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ 2 ഡിജിറ്റ് മാറ്റിയിട്ട് ഒരു കോമ കൊടുത്തു, ഇവിടെയും കൊടുത്തു, ഇവിടെയും കൊടുത്തു, ഇവിടെയും കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഉള്ളത് 86 ആണ് അല്ലേ. 86ൻ്റെ തൊട്ട് മുന്നേ വരുന്ന സ്ക്വയർ ഏതാണ്? വി നോ ഇറ്റ് ഈസ് 81 അല്ലേ. 81 ആണ്. 81ൻ്റെ റൂട്ട് എന്താ? 9 ആണ്. ദെൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെയുള്ള നമ്പർ ഇവിടെ 49 ആണ്. 49 എന്ന് വരുമ്പോൾ 9 വരണമെന്നുണ്ടെങ്കിൽ ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റ് 9 വരുന്നത്? 3 അല്ലെങ്കിൽ 7. അപ്പോൾ ഇവിടെ 2 പോസിബിലിറ്റി ഉണ്ട്. 93 ഓർ 97. ഇതിൽ ഏതാണെന്ന് എങ്ങനെ മനസ്സിലാക്കും? നമുക്കിതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു വാല്യൂ അറിയാം, 95. 95ൻ്റെ സ്ക്വയർ എന്താ? 9 × 10 90. ദെൻ 5ൻ്റെ സ്ക്വയർ 25, 9025. ഇവിടെയുള്ള നമ്പർ 8649 ആണ്. അത് 9025ൻ്റെ താഴെയാണോ മേലെയാണോ? താഴെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ചെറിയ വാല്യൂ എടുക്കുക, 93. 93യുടെ സ്ക്വയർ ആയിരിക്കും 8649 എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അങ്ങനെയാണെങ്കിൽ 1156. ഫസ്റ്റ് വരുന്നത് 11 ആണ്. 11ൻ്റെ തൊട്ട് താഴെ വരുന്ന സ്ക്വയർ ഏതാണ്? 9 ആണ്. 9ൻ്റെ റൂട്ട് എന്താ? 3. നെക്സ്റ്റ് വരുന്നത് 56. യൂണിറ്റ് ഡിജിറ്റ് 6 വരണമെങ്കിൽ ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആയിരിക്കണം? ഒന്നല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6. 4 അല്ലെങ്കിൽ 6 ആയിരിക്കണം. അപ്പോൾ 2 പോസിബിലിറ്റി ഉണ്ട്, 34 ഓർ 36. റൈറ്റ്? നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു നമ്പറിൻ്റെ സ്ക്വയർ അറിയാം. 35 സ്ക്വയർ എന്ത് വരും? 3 × 4 12. 5ൻ്റെ സ്ക്വയർ 25, 1225. ഇത് 1225ൻ്റെ താഴെയല്ലേ. സോ നമ്മൾ ചെറിയ നമ്പർ ചൂസ് ചെയ്യുക, ദാറ്റ് ഈസ് 34. ഓക്കെ, അടുത്തത് 15376. 153യുടെ താഴെ വരുന്ന സ്ക്വയർ ഏതാണ്? വി നോ ഇറ്റ് ഇസ് 144. 144 എന്ന് പറഞ്ഞാൽ 12 ആണ് സ്ക്വയർ റൂട്ട് വരുന്നത് അല്ലേ. 12 ആണ്. ദെൻ 76 വരണമെന്നുണ്ടെങ്കിൽ 6 യൂണിറ്റ് ഡിജിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഏത് നമ്പറിൽ എൻഡ് ചെയ്യണം? 4 അല്ലെങ്കിൽ 6. 4 അല്ലെങ്കിൽ 6. ഓക്കെ, അപ്പോൾ 125ൻ്റെ നമുക്കറിയാം. 125 സ്ക്വയർ എന്താണ്? 12 × 13 എത്രയാണ്? 152. 15225. ഈ നമ്പർ എന്ന് പറയുന്നത് അതിനേക്കാളും ഗ്രേറ്റർ ആണ്. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 126 ആയിരിക്കും. നെക്സ്റ്റ് 1849. 1849. ഫസ്റ്റ് കിടക്കുന്നത് 18 ആണ്. 18ൻ്റെ റൂട്ട് എന്താണ്? തൊട്ട് താഴെയുള്ള സ്ക്വയർ നമ്പർ ഈസ് 16. 18ൻ്റെ തൊട്ട് താഴെ വരുന്ന സ്ക്വയർ നമ്പർ 16 ആണ്. 16ൻ്റെ റൂട്ട് 4 ആണ്. ദെൻ 49 യൂണിറ്റ് ഡിജിറ്റ് 9 വരണമെന്നുണ്ടെങ്കിൽ എന്ത് വരണം? ഒന്നല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 7. 3 ഓർ 7. അപ്പോൾ 45 നമുക്കറിയാം. അപ്പോൾ എന്താണ് ഇവിടെ 2 പോസിബിലിറ്റി ഉണ്ട്, 43 ഓർ 47. 45ൻ്റെ സ്ക്വയർ എന്താ? 4 × 5 20, 25. അതിന് താഴെയാണ് ഈ നമ്പർ. സോ ചെറിയ വാല്യൂ ചൂസ് ചെയ്യുക, 43. ഓക്കെ, അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടു നോക്കാം. സോ 2 ഡിജിറ്റ് മാറ്റിയിട്ട് കോമ കൊടുത്തു എല്ലായിടത്തും. ഫസ്റ്റ് 131 ആണ്. തൊട്ട് താഴെ വരുന്ന സ്ക്വയർ നമ്പർ 25 ആണ്. 25ൻ്റെ റൂട്ട് ഈസ് 5. ദെൻ 36. 6 യൂണിറ്റ് ഡിജിറ്റിൽ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്തിൽ അവസാനിക്കണം? ഒന്നല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6. 4 ഓർ 6. അപ്പോൾ 2 പോസിബിലിറ്റി ഉണ്ട്, 54 ഓർ 56. അപ്പോൾ 55ൻ്റെ സ്ക്വയർ എന്താ? 5 × 6 30, 3025. ദിസ് നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 3025. സോ വലിയ വാല്യൂ ചൂസ് ചെയ്യുക, 56.
ഓക്കെ. ദെൻ 67ന്റെ തൊട്ട് താഴെ വരുന്ന സ്ക്വയർ ആണ് 64. 64ന്റെ റൂട്ട് ഈസ് 8. യൂണിറ്റ് ഡിജിറ്റ് 4 വരണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 8. സോ 2 പോസിബിലിറ്റി ഉണ്ട്, 82 ഓർ 88. 85ന്റെ സ്ക്വയർ എന്താണ്? 8 into 9 72, 7225. അതിന് താഴെയാണിത്. സോ 82. നെക്സ്റ്റ് 2304. 23യുടെ താഴെ വരുന്ന സ്ക്വയർ നമ്പർ ഈ 16. 16ന്റെ റൂട്ട് 4 ആണ്. ദെൻ 04. 4 എന്തിൻ്റെ സ്ക്വയർ ആണ്? 2 അല്ലെങ്കിൽ 8ന്റെ സ്ക്വയർ ആണ്. സോ എന്ത് വരും? 42 ഓർ 48. 45ന്റെ സ്ക്വയർ എന്താ? 45ന്റെ സ്ക്വയർ 4 into 5 20, 20, 25. അതിനേക്കാളും ഗ്രേറ്റർ ആണിത്. സോ വലിയ വാല്യൂ ചൂസ് ചെയ്തു 48. ദെൻ 5041. 50യുടെ തൊട്ട് താഴെയുള്ള സ്ക്വയർ നമ്പർ ഈസ് 49. സ്ക്വയർ റൂട്ട് ഈസ് 7. ദെൻ 1 വരണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ 1 ഓർ 9. സോ 71 ഓർ 79. 2 പോസിബിലിറ്റി ആണുള്ളത്. 75ന്റെ സ്ക്വയർ എന്താ? 7 into 8 56, 5625. ഇതിനേക്കാളും ലെസ് ആയതുകൊണ്ട് ചെറിയ വാല്യൂ ചൂസ് ചെയ്തു 71. ഓക്കെ. സോ ഇങ്ങനെ നമുക്ക് സ്ക്വയർ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയർ റൂട്ട് ഈസിലി കണ്ടുപിടിക്കാം. ഓക്കെ. ഈ കാണുന്നത് കണ്ടോ? ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എത്ര സമയം എടുത്താലേ ഇത് സോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. 1 divided by 1 plus root 2 plus 1 divided by root 2 plus root 3 plus 1 divided by root 3 plus root 4 etc. plus 1 divided by root 99 plus root 100. അപ്പോൾ ഇവിടെ എന്താണ്? നമുക്ക് ഓരോന്നെടുത്ത് സോൾവ് ചെയ്തൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കുന്നതിൻ്റെ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ദാറ്റ് ഈസ് വലിയ വാല്യൂ, വലിയ റൂട്ട് മൈനസ് ചെറിയ റൂട്ട്. വലിയ റൂട്ട് ഏതാ? റൂട്ട് 100. ചെറിയ റൂട്ട് ഏതാ? 1. എത്ര വരും? 10 minus 1 9. സോ സിമ്പിൾ. ഓക്കെ. അടുത്തത് ഇവിടെ 1 by root 4 plus root 5, root 5 plus root 6, അങ്ങനെ root 24 plus root 25. അതുപോലെ തന്നെ വലിയ റൂട്ട് മൈനസ് ചെറിയ റൂട്ട്, ദാറ്റ് ഈസ് root 25 മൈനസ് root 4. 5 minus 2, 3 എന്ന് വരും. കറക്റ്റ്? ഓക്കെ. ഇനി നമ്പേഴ്സിൻ്റെ സ്ക്വയർ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല. 1ന്റെ സ്ക്വയർ എന്താണ്? 1 ആണ്. നമ്പേഴ്സിൻ്റെ സ്ക്വയർ എപ്പോഴും നിങ്ങൾ 1 തൊട്ട് 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ നിങ്ങൾക്ക് എപ്പോൾ ചോദിച്ചാലും പറയാൻ പാകത്തിന് അറിഞ്ഞിരിക്കണം. ഓക്കെ. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് 1ന്റെ സ്ക്വയർ ഈസ് 1, 2 സ്ക്വയർ ഈസ് 4, 3 സ്ക്വയർ ഈസ് 9, 4 സ്ക്വയർ ഈസ് 16, 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36, 7 സ്ക്വയർ 49, 8 square 64, 9 square 81 and 10 square is 100. 11 square 121, 12 square 144, 13 square 169, 14 square 196, 15 square is 225, 16 square is 256, 17 square is 289, 18 square is 324, 19 square is 361 and 20 square is 400. 21 square is 441, 22 square 484, 23 square 529, 24 square 576, 25 square is 625, 26 square 676, 27 square 729, 28 square 784, 29 square 841 and 30 square is 900. ഇപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം കൂടെ വിചാരിക്കുന്നുണ്ടാവും, നമ്മൾ കുറേ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സും സ്ക്വയർ കാണാനുള്ള ട്രിക്സും ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്, പിന്നെ എന്തിനാണ് ഈ 1 to 30 കാണാതെ പഠിക്കുന്നത്? പക്ഷെ കാണാതെ പഠിക്കണം. ഒരു 30 വരെ എങ്കിലും എന്നേ ഞാൻ പറയുള്ളൂ. 30 വരെ എങ്കിലുമുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് നിങ്ങൾക്ക് കാണാതെ അറിഞ്ഞിരിക്കണം. എപ്പോൾ ചോദിച്ചാലും പറയാൻ പാകത്തിന് അറിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഏത് എക്സാം തന്നെ ആയാലും. ഓക്കെ. ഇനി ക്യൂബ്സ് ഇതുപോലെ 1 തൊട്ട് 30 വരെ പഠിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. പറ്റുവാണെങ്കിൽ 1 തൊട്ട് 30 വരെയുള്ള ക്യൂബ് പഠിച്ചു വെക്കാം. ഒരു മിനിമം 12 വരെയെങ്കിലും പഠിക്കണം. 12 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. നമുക്കറിയാം 1 ക്യൂബ് 1 ആണ്, 2 ക്യൂബ് 8 ആണ്, 3 ക്യൂബ് 27 ആണ്, 4 ക്യൂബ് 64 ആണ്, 5 ക്യൂബ് 125 ആണ്, 6 ക്യൂബ് 216 ആണ്, 7 ക്യൂബ് 343 ആണ്, 8 ക്യൂബ് 512 ആണ്, 9 ക്യൂബ് 729 ആണ്, ദെൻ 10 ക്യൂബ് 1000 ആണ്, 11 ക്യൂബ് എന്ത് വരും? 1331, 12 ക്യൂബ് എന്ത് വരും? 1725.
to 8 ഇത്രയെങ്കിലും പഠിച്ചിരിക്കണം. ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അറ്റ്ലീസ്റ്റ് 12 വരെയെങ്കിലും ഉള്ളത് നിങ്ങൾക്ക് കാണാതെ അറിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്, 1 തൊട്ട് 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സും 1 തൊട്ട് 12 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബ്സും കാണാതെ പഠിച്ചു വെക്കുക. എപ്പോൾ ചോദിച്ചാലും പറയാൻ പാകത്തിന് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. മാത്സിൽ മാത്രമല്ല റീസണിങ്ങിലും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഷോർട്ട് കട്ട്സ് നിങ്ങൾ പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻസ് വളരെ സിമ്പിളായിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. അത് ഏതൊരു ടോപ്പിക്ക് പഠിക്കുമ്പോഴും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയും ചെയ്യും. ഇതിൽ മാത്രമല്ല, മാത്സിൽ മാത്രമല്ല, റീസണിങ്ങിലും ഈ പറഞ്ഞ സീരീസ് മിസ്സിംഗ് നമ്പറൊക്കെ വരുമ്പോൾ കാൽക്കുലേഷൻ ഫാസ്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്തവണത്തെ SSC CGL 2026 മാസ്റ്റർ ബാച്ച് നമ്മൾ CCയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 9249089284 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോയത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടൈം പഠിക്കുന്ന ആളായാൽ പോലും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ബിഗിനേഴ്സ് ആണോ എന്നുള്ള ഒരു പേടി നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ PSC എക്സാംസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫാസ്റ്റായിട്ട് അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടുന്ന എക്സാമാണ് SSC RRB ബാങ്ക് എക്സാംസ് ഒക്കെ. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് കൊടുക്കണം ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിലും നോ വരീസ്, നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ടാണ് ക്ലാസ്സിൽ എടുക്കാറുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് എപ്പോഴും റെക്കോർഡ് ക്ലാസ്സും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സും ഉണ്ടാവും. മെൻറ്റർഷിപ്പോട് കൂടിയിട്ടുള്ള ക്ലാസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ പറയാനുള്ളത് മോക്ക് ടെസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏത് എക്സാമിന് അപ്പിയർ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒരു എക്സാം സെൻറ്ററിലേക്ക് നേരെ പോയി ഫസ്റ്റ് ടൈം എക്സാം എഴുതുമ്പോൾ നമുക്ക് എങ്ങനെയായാലും ഒരു സ്ട്രെസ്സൊക്കെ വരും. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ അറിയാവുന്ന ചോദ്യം വരെ തെറ്റിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ മോക്ക് ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് സീരീസ് ഓൾസോ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അതും യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ SSC എക്സാംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സ്, അതുപോലെ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ മതി. ഈ വീഡിയോ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, ഈ QR കോഡ് സ്കാൻ ചെയ്യുക, ജോയിൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. ഓക്കെ, അങ്ങനെ ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു സെഷൻ, അപ്പോൾ നമ്മൾ സ്പീഡ് മാത്സ് ട്രിക്സിൻ്റെ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഓരോരോ ടോപ്പിക്കിൻ്റെ നമ്മൾ ബേസിക്സ് ക്ലാസ്സുകൾ വരുന്നതായിരിക്കും ഈ ഒരു ചാനലിൽ തന്നെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ സെഷനായിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.